പിന്നെ ഈ കാണുന്ന ഞാൻ ഇപ്പോൾ വീഡിയോ കാണുന്ന നിങ്ങൾ എന്തായാലും വണ്ടിയുടെ ക്വാളിറ്റി കാണുന്നുണ്ടോ? ഞാൻ നേരിട്ട് കണ്ട് മനസ്സിലാക്കിയിരുന്നു, എനിക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും അത്രയും ക്വാളിറ്റി ഉണ്ട്, കണ്ടിട്ട് അത്രയും ക്വാളിറ്റി ഉണ്ട് കേട്ടോ. എല്ലാം വർക്കിംഗ് ആണ്, ഒരു ഫീച്ചർ പോലും വർക്ക് ചെയ്യാത്തതായിട്ടില്ല, ഒരു ബട്ടൺസ് പോലും ഫെയ്ഡ് ആയിട്ടില്ല, അത്രയും നീറ്റ് ആൻഡ് പെർഫെക്റ്റ് ആയിട്ടാണ് ഈ വണ്ടി ഇരിക്കുന്നത്. ഓക്കെ, നമ്മൾ കേരളത്തിൽ നിന്ന് ഒരു യൂസ്ഡ് ലക്ഷറി കാർ വാങ്ങുകയാണെങ്കിൽ, ഒരു പുതിയ കാർ വാങ്ങുന്ന ആൾ ഒരു ലക്ഷറി കാർ വിൽക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് നല്ല രീതിയിലുള്ള ഡിപ്രിസിയേഷൻ ഉണ്ടാവും വിലയിൽ. അപ്പോൾ നമ്മളൊരു യൂസ്ഡ് ലക്ഷറി കാർ വാങ്ങുകയാണെങ്കിൽ, അപ്പോൾ കേരളത്തിൽ നിന്ന് വാങ്ങുകയാണെങ്കിൽ അതിനും അത്യാവശ്യം വില കൊടുക്കേണ്ടി വരും. സപ്പോസ് നമ്മൾ വണ്ടികൾ ഡൽഹി, UP അങ്ങനത്തെ ഇടുന്നുള്ള വാഹനങ്ങൾ നമ്മൾ എടുക്കുകയാണെങ്കിൽ അതിലും പാതി വിലയ്ക്കാണ് നമുക്ക് അങ്ങനത്തെ വാഹനങ്ങൾ കിട്ടുന്നത്. ഇവിടെ ടാക്സ് അടച്ചാലും അതിൻ്റെ വിലയിലും വളരെ കുറവായിട്ട് നമുക്ക് കിട്ടുക. അതിൽ നമുക്കൊരു പ്രശ്നം എന്ന് വെച്ചാൽ നമ്മളതിൻ്റെ ക്വാളിറ്റി ഉറപ്പുവരുത്താതെ നമുക്ക് അങ്ങനെ എടുക്കാൻ പറ്റില്ല. കാരണം കിലോമീറ്റർ റിവേഴ്സ് ചെയ്തതും പല പ്രശ്നങ്ങളുള്ള വണ്ടികളുണ്ടാവും. അപ്പോൾ ഇപ്പോൾ മൊത്തത്തിൽ പേപ്പറിൻ്റെ പ്രശ്നം എല്ലാം നടക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ധൈര്യമായിട്ട് നമുക്ക് അങ്ങനെ ഒരു ലക്ഷറി യൂസ്ഡ് കാറ് വേണമെന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് എടുക്കാൻ പറ്റിയൊരു സ്ഥലത്താണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. പ്രീമിയം വീൽസിലാണ് നമ്മളുള്ളത്. സ്വാഗതം ചെയ്യാം സലിം ഭായിയെ. സ്വാഗതം. ഹായ്, സുഖമല്ലേ? സുഖമായിരിക്കുന്നു. ഓക്കെ, നമ്മുടെ ലാസ്റ്റ് വീഡിയോ റെസ്പോൺസ് എങ്ങനെ ഉണ്ടായിരുന്നു? നല്ല റെസ്പോൺസ് ആയിരുന്നു. നമ്മുടെ ലാസ്റ്റ് വീഡിയോ ഇപ്പോൾ ഒരു 1 month ആയിട്ടില്ല. ഇല്ല, ജസ്റ്റ് 3 ആഴ്ച 3 weeks ബാക്ക് വന്നു. അത് ഒരു 1 weekന്റെ ഉള്ളിൽ തന്നെ മൊത്തം സോൾഡായി. 6 വണ്ടികളുണ്ടായിരുന്നു, 6ഉം സോൾഡ് ഔട്ടായി. ഓക്കെ, അതാണ് നമ്മുടെ പ്രേക്ഷകർ എല്ലായിടത്തും ഉണ്ടല്ലേ. ഓക്കെ, അപ്പോൾ ഇവരുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ വെറുതെ വായ കൊണ്ട് ഹിസ്റ്ററി ഉണ്ട്, അതുണ്ട്, ഇതുണ്ടെന്ന് പറയുന്നതല്ല. ഡോക്യുമെൻ്റായിട്ട് ഇവർ ഇവിടെ തന്നെ ഓരോ വണ്ടിയുടെ ഹിസ്റ്ററി ഡീറ്റെയിൽ എല്ലാം സൂക്ഷിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഇൻഷുറൻസ് നോക്കിയിട്ട് ചെക്ക് ചെയ്തിട്ട് വണ്ടിയുടെ ക്ലെയിമോ കാര്യങ്ങളോ ഒന്നുമില്ലാന്ന് ഉറപ്പ് വരുത്തുന്ന വാഹനങ്ങളാണ് എടുക്കുന്നത്. ഡൽഹിയിൽ പോയിട്ട് ചറവറ കുറേ വണ്ടികൾ എടുത്തു കൊണ്ടുവരുന്നല്ല, സെലക്റ്റീവായിട്ട് 4-5 വണ്ടി എടുത്ത് കൊണ്ടുവരുന്നതാണല്ലോ. ഓക്കെ, അപ്പോൾ കഴിഞ്ഞ വീഡിയോസിലൊക്കെ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത് ശരത് ഭായി ഉണ്ടായിരുന്നു. അവിടെ പോയി ശരത്തില്ല. അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ ഞാൻ ആദ്യമായിട്ടാണ് വീഡിയോ ഫുള്ള് നിൽക്കുന്നത്. കഴിഞ്ഞ ബാച്ചിൽ കൊടുത്ത ഈ 6 വണ്ടികളുടെ ഡോക്യുമെന്റേഷൻ പ്രോസസ്സ്, അതായത് NOC പ്രൊസീഡിങ്സ് ശരത്ത് ഡൽഹിയിൽ നേരിട്ട് നിന്നിട്ട്, നമ്മൾ വേറെ ഏജൻസിനൊന്നും ഏൽപ്പിക്കില്ല, ആള് തന്നെ ഓരോ RT ഓഫീസിലും പോയി കയറി ഇറങ്ങിയിട്ട് അതിന്റെ ഡോക്യുമെന്റ്സ് സബ്മിറ്റ് ചെയ്തിട്ട് അതിന്റെ NOC വർക്ക്സ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിപ്പോൾ വിത്തിൻ ഒരു 1 or 2 weeksൽ കസ്റ്റമേഴ്സിന് എല്ലാവർക്കും NOC കൊടുത്തു തുടങ്ങും. ഓക്കെ, എല്ലാം സബ്മിറ്റഡ് ആണ്, എൻ്റെ അക്നോളജ്മെന്റ് ഒക്കെ കിട്ടി. അതുകൊണ്ടാണ് ശരത്തില്ലാത്തത്. ഇവിടെ മൊത്തത്തിൽ ഇപ്പോൾ RC മാറാൻ മൊത്തത്തിലൊരു ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ട് എല്ലായിടത്തും. അത് ഓൺലൈനായിട്ട് പെട്ടെന്ന് മാറി കിട്ടുന്നു അല്ലേ? RC മാറാൻ ബുദ്ധിമുട്ടില്ല. NOC കിട്ടിക്കഴിഞ്ഞാൽ പർട്ടിക്കുലർ RT ഓഫീസിൽ കേരളത്തിൽ കൊടുത്തു കഴിഞ്ഞാൽ ഒരാഴ്ചക്കുള്ളിൽ നമുക്ക് കേരള നമ്പർ കിട്ടുന്നുണ്ട്. RC ഫിസിക്കലി കാർഡ് കിട്ടാനായിട്ട് ചെറിയ ഡിലേ ഉണ്ട്. ഇപ്പൊ കഴിഞ്ഞ ജാനുവരി വരെയുള്ള കാർഡ്സ് അവർ ഡിസ്പാച്ച് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ് ബാക്കി കിടക്കാണല്ലേ. അത് ഇനിയിപ്പോ പയ്യെ വന്നു തുടങ്ങും. ഒന്നും കൂടെ സ്പീഡപ്പ് ആയിട്ടുണ്ട്. നമ്മളെ പുതിയ മിനിസ്റ്റർ വന്നതിന് ശേഷം കുറച്ചൊന്ന് സ്പീഡപ്പ് ആയിട്ടുണ്ട്. ഓക്കെ, അത്രയേ ഉള്ളൂ. അപ്പോൾ ബാക്കി നമുക്ക് ഓരോന്നായിട്ട് ഡീറ്റെയിൽ വീഡിയോയിൽ കാണാം. ഇവരുടെ ലൊക്കേഷൻ വരുന്നത് ഗുരുവായൂരാണ്. ഗുരുവായൂർ അമ്പലത്തിൻ്റെ അടുത്ത് തന്നെയാണ് അല്ലേ? അമ്പലത്തിൻ്റെ അവിടെ നിന്ന് ഒരു 10 minutes ഡ്രൈവ് അത്രയേ ഉള്ളൂ. ലൊക്കേഷൻ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ആ ലൊക്കേഷനിൽ നിങ്ങൾ വന്നാൽ മതി. അതേപോലെ ഇവരുടെ പുതിയ സ്റ്റോക്കോ കാര്യങ്ങളോ അറിയാനുണ്ടെങ്കിൽ, അപ്പോൾ നമ്മൾ വീഡിയോ ചെയ്യും എന്തായാലും, പക്ഷേ അതല്ലാതെ നിങ്ങൾക്ക് അറിയാനുണ്ടെങ്കിൽ അല്ലെങ്കിൽ പുതിയ സ്റ്റോക്ക് ഇവരുടെ അടുത്ത് നിങ്ങൾക്ക് വാങ്ങണം, അങ്ങനെ എന്തെങ്കിലും എൻക്വയറീസ് ഉണ്ടെങ്കിൽ ഇവരുടെ Instagram ID താഴെ കൊടുത്തിട്ടുണ്ട്, അതിലേക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, ബാക്കി വിശേഷങ്ങൾ വീഡിയോയിൽ കാണാം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ സപ്പോർട്ടില്ലാതെ നമുക്കും മുന്നോട്ട് പോകാൻ സാധിക്കുന്നതല്ല. അതേപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ കാറുകൾ വിൽക്കണമെന്നുണ്ടെങ്കിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം. മേരാക്കാസ്, അതിൻ്റെ നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട്. പ്രീമിയം വീൽസിലേക്ക് കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ വീഡിയോയിൽ റൈറ്റ് ടോപ്പ് കോർണറിലും അതേപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിലും ഇവരുടെ നമ്പർ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ വീഡിയോയിലോട്ട് പോകാം അല്ലേ? യെസ്. ആദ്യ വാഹനം നമുക്ക് E-Class തുടങ്ങാം. Mercedes-Benz E-Class 250 ആണ്, ഡീസൽ വാഹനം. എങ്ങനെയാണ് ഡീറ്റെയിൽ? Mercedes-Benz E250 ഒരു ഹോട്ട് കേക്ക് ആണ്. കാരണം ഇപ്പൊ എല്ലാരും ചൂസ് ചെയ്യുന്ന ഒരു മോഡലാണ്. ഈ വെഹിക്കിളിന്റെ ഡീറ്റെയിൽ പറയുകയാണെങ്കിൽ 2014 11th month മാനുഫാക്ചേർഡ് ആണ്. ഓക്കെ, സെക്കൻഡ് ഓണർഷിപ്പിലുള്ള വെഹിക്കിൾ ആണ്. പാനറോമിക് റൂഫ് ഉണ്ട്, അതായത് മൂൺ റൂഫും സൺ റൂഫും വരുന്ന വേരിയന്റ് ആണ്. 79,000 kilometers ആണ് ഈ വെഹിക്കിൾ ഇപ്പൊ കറന്റ്ലി ഡ്രിവൻ. 14 മോഡലാണ്. 79,000 കിലോമീറ്റർ ആണ്. വലിയ റോഡ് പോയിട്ടില്ല. അതാണ് കറന്റ്ലി ഡ്രിവൻ. ഇതിൽ വേറെ റീപ്ലേസ്മെന്റ്സോ ആക്സിഡന്റ്സോ ഒന്നും ഇല്ല. ഷോറൂം സർവീസ് ഉള്ള വണ്ടിയാണ്. ഇപ്പൊ റീസെന്റ് ഒരു മാസം മുമ്പ് മെർസിഡീസിന്റെ ഓതറൈസ്ഡ് സർവീസ് സെന്ററിൽ നിന്ന് സർവീസ് ചെയ്തതാണ്. 79,000 കിലോമീറ്ററിന്റെ സർവീസ് കഴിഞ്ഞതാണ്. ഇനി പുതിയത് എടുക്കുന്ന ആള് ഒരു 15,000 കിലോമീറ്റർ അല്ലെങ്കിൽ 1 year കഴിഞ്ഞിട്ട് സർവീസിനെ പറ്റി തിങ്ക് ചെയ്താൽ മതി. അടുത്ത 94,000 അല്ലെങ്കിൽ 1 year കഴിഞ്ഞിട്ടോ സർവീസിനെ പറ്റി ആലോചിച്ചാൽ മതി. ഓക്കെ, ഇപ്പോൾ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്കൊന്നും ചെയ്യാനില്ല.
പിന്നെ ഈ പറയുന്ന ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ ഡോക്യുമെൻ്റ് ആയിട്ട് ഇവിടെ ഉണ്ട്. ഹിസ്റ്ററി എല്ലാവരും ഉണ്ട് എന്ന് പറയും. ഒരു കസ്റ്റമർ ഞാൻ ഫോണിലായിരിക്കും അയച്ചു തരില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പല സ്ഥലങ്ങളിലേക്ക് സ്പ്രെഡ് ചെയ്ത് പോകും. വണ്ടി നിങ്ങൾ നേരിട്ട് വന്ന് കാണുന്ന സമയത്ത് അതെല്ലാം ട്രാൻസ്പെറൻ്റ് ആണ്. ഹിസ്റ്ററിയിൽ ഓരോ സർവീസിൻ്റെ ഡീറ്റെയിൽസും പ്രോപ്പറായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അത് നമ്മൾ ആ സമയത്ത് എല്ലാ കസ്റ്റമേഴ്സിനും പ്രൊവൈഡ് ചെയ്യുന്നതാണ്. ഓക്കെ. തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് ഹിസ്റ്ററി കണ്ടിട്ടില്ലെങ്കിൽ ഇനി ചിലപ്പോൾ ക്ലെയിമുകൾ ഇൻഷുറൻസിലെടുക്കും, അത് വരെ നോക്കുന്നുണ്ടല്ലേ? ഹിസ്റ്ററിയിൽ ഒരു വെഹിക്കിള് ഇടിച്ചിട്ട് കസ്റ്റമർ ഷോറൂമിൽ കൊടുത്തിട്ടില്ല, പുറത്ത് കൊടുത്താണ് സർവീസ് ചെയ്തിട്ടുള്ളതെന്നുണ്ടെങ്കിൽ എനിക്ക് പേഴ്സണലി ഇൻഷുറൻസിൻ്റെ ഏജൻസി ഉള്ളതാണ്. അതിൽ അടിച്ച് നോക്കിക്കഴിഞ്ഞാൽ ആ പർട്ടിക്കുലർ വെഹിക്കിളിന് ഏതെങ്കിലും ഇയറിൽ എത്ര എമൗണ്ടിൻ്റെ ക്ലെയിം സംഭവിച്ചിട്ടുണ്ടോ ഇല്ല എന്നുള്ളത് അറിയാൻ പറ്റും. അങ്ങനെയൊന്നും ഇല്ലാത്ത വണ്ടികളാണ് നമ്മൾ ഫുള്ള് എടുത്തിട്ട് വരിക. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ അടുത്ത് നമ്പർ ഓഫ് വെഹിക്കിൾസ് എപ്പോഴും കുറവ് വരുന്നത്. ഓക്കെ. അപ്പോൾ ഇതിൻ്റെ പ്രൈസിങ് എങ്ങനെ? ഇപ്പോൾ ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് 15,90,000, 15,90,000 രൂപയ്ക്ക് 2014 79,000 കിലോമീറ്റർ ഓടി E250D ഡീസൽ വാഹനമാണ് നിങ്ങൾക്ക് സ്വന്തമാക്കാം. സെക്കൻഡ് ഓണർഷിപ്പാണ് ഇപ്പോൾ ഉള്ളത്. NOC എവിടെയൊക്കെ എടുത്തിട്ടില്ലല്ലോ? ഇല്ല, എടുത്തിട്ടില്ല. നമ്മളടുത്ത് നിന്ന് പർച്ചേസ് ചെയ്യുന്നത് ആരാണോ അവരുടെ അഡ്രസ്സിലുള്ള RTO ഓഫീസിലേക്ക് നമുക്ക് NOC എടുത്ത് കൊടുക്കാം. RTOയിലേക്ക് കൊടുക്കാനും പറ്റും. ഇതിന് ഒരു ഏവറേജ് ഒരു 16 റേഞ്ചൊക്കെ മേലെ ഉണ്ടോ? 16, 17 നിങ്ങൾക്ക് ഒരു ഹൈവേയിൽ ഒരു 80 കിലോമീറ്റർ സ്പീഡിൽ വൃത്തിയായിട്ട് ഒരു കിലോ 2000 RPM ഓടിച്ചാൽ കിട്ടും. അത് തന്നെ ഒരു 100-120 പോയി കഴിഞ്ഞാൽ ഒരു 14 ഒക്കെ കിട്ടും. എന്നാലും കിട്ടും. അത് കിട്ടുന്നതാണ്. ഞാൻ പേഴ്സണലി മെർസിഡീസ് എൻ്റെ കയ്യിൽ ഞാൻ ഈ ക്ലാസ് യൂസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും കോൺഫിഡൻസിൽ അതിൽ മൈലേജ് കിട്ടുമെന്ന് പറയും. വൃത്തിയായിട്ട് ഓടിച്ചാൽ കിട്ടും എന്തായാലും. ഓക്കെ. ഇങ്ങോട്ടേക്ക് മാറാനുള്ളൊരു ചാർജും കൂടെ ഈ വെഹിക്കിൾ മാറുകയാണെന്നുണ്ടെങ്കിൽ ഒരു 4.5 ലക്ഷം രൂപ ± അപ്രോക്സിമേറ്റ്ലി അതാണ് ഇവിടെ എക്സ്ട്രാ ടാക്സ് അടക്കേണ്ടതായിട്ട് വരാം. അതേപോലെ ഇതിന്റെ ടയേഴ്സ് ഓൾമോസ്റ്റ് ഒരു 70% ടയേഴ്സ് ഉണ്ട്. നിലവിൽ ഒരു കസ്റ്റമർ ഈ വെഹിക്കിൾ പർച്ചേസ് ചെയ്താൽ ഒന്നും ചെയ്യേണ്ടതില്ല. അടുത്തൊരു 1 ഇയർ അല്ലെങ്കിൽ 15,000 കിലോമീറ്റർ കഴിഞ്ഞിട്ട് ഇതിന്റെ മെയിൻ്റെനൻസിനെ പറ്റി തിങ്ക് ചെയ്താൽ മതി കേട്ടോ. എല്ലാം വർക്കിംഗ് ആണ്. ഒരു ഫീച്ചർ പോലും വർക്ക് ചെയ്യാത്തതായിട്ടില്ല. ഒരു ബട്ടൺസ് പോലും ഫെയ്ഡ് ആയിട്ടില്ല. അത്രയും നീറ്റ് ആൻഡ് പെർഫെക്റ്റ് ആയിട്ടാണ് ഈ വണ്ടി ഇരിക്കുന്നത്. ഓക്കെ. നിങ്ങൾക്ക് ഇന്ത്യൻ റെസ്റ്റോർ നിങ്ങൾ കാണുന്നുണ്ടാവും, അപ്പോൾ തന്നെ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാവും. ഇത്തരത്തിലുള്ള വാഹനങ്ങൾ എടുക്കുമ്പോൾ പലർക്കുള്ള ഒരു ഡൗട്ടാണ് ഇൻഷുറൻസിൻ്റെ സൈഡ്. എത്ര കോസ്റ്റ് വരുന്നുണ്ട്? ഇൻഷുറൻസിന് കോസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ വെഹിക്കിൾ ആണെന്നുണ്ടെങ്കിൽ ഒരു 1 ഇയർ ഒരു 19,000 20,000 രൂപ താഴെ ഒരു 19,800 ഇൻഷുറൻസ് കോസ്റ്റ് വരിക. ഞങ്ങൾ എടുക്കുന്നത് ഫുൾ കവർ കോംപ്രഹെൻസീവ് ഇൻഷുറൻസ് ആണ്. ഓക്കെ. ഈ വണ്ടിക്ക് ഇപ്പൊ നിലവിൽ 16 ലക്ഷം രൂപ IDV വാല്യൂ ഉണ്ട്. ഓക്കെ. നമുക്ക് വേണമെങ്കിൽ IDV ഒന്നും കൂടെ കൂട്ടണമെങ്കിൽ കൂട്ടാം. പക്ഷെ അതിനനുസരിച്ച് ഞാൻ ഈ പറഞ്ഞ 19 എന്നുള്ളത് പ്രീമിയം ഇയർലി കൂടും. IDV കുറക്കുന്നതിനനുസരിച്ചിട്ട് പ്രീമിയം അതിനനുസരിച്ചിട്ട് കുറയുകയും ചെയ്യും. പക്ഷെ പ്രീമിയം കൂട്ടിയെടുക്കുക, IDV കൂടുതൽ എടുക്കുക. 16 ലക്ഷം രൂപ നിലവിലുണ്ട് ഇതിന് IDV വാല്യൂ. ഫുൾ കവർ കോംപ്രഹെൻസീവ് ഇൻഷുറൻസ് ആണ്. ഓക്കെ. ഇങ്ങോട്ടേക്ക് മാറി കഴിഞ്ഞാലേ ലോൺ സൗകര്യം കിട്ടുള്ളൂ. സ്കെയിലാക്കിയതിന് ശേഷമാണ് ലോൺ കിട്ടുള്ളൂ. ഓക്കെ. അപ്പോൾ അടുത്തതും ഒരു സെഡാൻ കാറ്റഗറി തന്നെ. ഇതും കൂടുതൽ ആളുകൾ അന്വേഷിച്ച് നടക്കുന്ന ഒരു വാഹനമാണ്. Audi A4 ആണ്. എങ്ങനെയാണ് ഡീറ്റെയിൽ? ഇത് Audi A4ന്റെ ഡീറ്റെയിൽ വന്നിട്ട് 2014 മോഡൽ വെഹിക്കിളാണ്. സെക്കൻഡ് ഓണർഷിപ്പിലുള്ള വണ്ടിയാണ്. സെയിം ആണല്ലോ. ഓക്കെ. 43,000 കിലോമീറ്റർ ആണ് ഓടിയിരിക്കുന്നത്. ലോ കിലോമീറ്റർ ആണ് ഇതിനെ അപേക്ഷിച്ചിട്ട്. 100% ജെനുവിൻ കിലോമീറ്റർ ആണ്. എൻ്റെ വണ്ടികൾ കൂടുതലും ലോ കിലോമീറ്ററിലാണ് വരിക. ഓക്കെ. അങ്ങനെ നോക്കിയെടുക്കുന്നത് കൊണ്ടാണ്. ഇത് വേറെ ടാമ്പറിങ്ങോ കാര്യങ്ങളോ ഒന്നും ഇല്ല. അതാർക്കും വേണമെങ്കിലും ചെക്ക് ചെയ്യാം. അത്രയും ഗ്യാരണ്ടി പറയുന്നതിന്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ ഞാൻ അവിടെ നിന്ന് സ്കാൻ ചെയ്ത് ചെക്ക് ചെയ്ത് എടുക്കുന്നതാണ്. അത് കഴിഞ്ഞ് ഇവിടെ വന്നിട്ട് ഇവിടെ അതാത് ബ്രാൻഡ്സിന്റെ ഷോറൂമിൽ ഇതിപ്പോൾ റീസെന്റ് ഓഡിയുടെ ഷോറൂമിൽ നിന്ന് സർവീസ് കഴിഞ്ഞതാണ് 43,000 കിലോമീറ്ററിന്റെ. സപ്പോസ് ഇതിപ്പോൾ 1 ലക്ഷം കിലോമീറ്റർ ഓടിയിട്ടുള്ള വണ്ടിയാണ് എന്ന് നിങ്ങൾ വിചാരിക്കും. അത് ഞാൻ തിരിച്ച് 43,000 ഇട്ടതാണെന്നും നിങ്ങൾ വിചാരിക്കും. അതിപ്പോൾ ഷോറൂമിൽ കൊണ്ടുപോയിട്ട് സർവീസ് ചെയ്യുന്ന സമയത്ത് അവരിത് കറക്റ്റ് ചെക്ക് ചെയ്തിട്ട് ഇത് സ്കാൻ ചെയ്തിട്ടാണ് ഇത് സർവീസ് ചെയ്ത് തരാം. ഇതിപ്പോൾ 1 ലക്ഷം കിലോമീറ്റർ ഓടിയിട്ടുള്ള വണ്ടിയാണെന്നുണ്ടെങ്കിൽ അവർ സർവീസ് ചെയ്ത് തരാം. 1 ലക്ഷത്തിന്റെ സർവീസാണ്, 43,000 അല്ല. ആ 1 ലക്ഷത്തിന്റെ സർവീസ് ചെയ്തിട്ട് അവർ മീറ്റർ തിരിച്ച് കറക്റ്റ് ആക്ച്വൽ കിലോമീറ്റർ എന്താണോ അതിലേക്ക് ആക്കി വെക്കുകയും ചെയ്യും. ഹിസ്റ്ററിയിൽ ആ പ്രോപ്പർ കാണിക്കുകയും ചെയ്യും. ഓക്കെ. പ്രീമിയം വണ്ടികൾ പിന്നെ അങ്ങനെ തിരിക്കാൻ പറ്റൂല എന്ന് കേട്ടിട്ടുണ്ട്. തിരിച്ചാൽ പെട്ടെന്ന് പിടിക്കുന്നു പറയുന്നതൊക്കെ ടെക്നിക്കൽ സൈഡ് അറിയില്ല. തിരിക്കാൻ പറ്റും. ഇത് ഈസി ആയിട്ട് അല്ല, തിരിച്ചാൽ പെട്ടെന്ന് മനസ്സിലാവുന്നുള്ള പറയുന്നതൊക്കെ സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും. കാരണം ഇതിന് 2 റീഡിംഗ് ആണ് വരുന്നത്. ഒന്ന് കീയുടെ റീഡിങ്ങും ഒന്ന് മീറ്റർ റീഡിങ്ങും. ഈ 2 റീഡിങ്ങും മാച്ച് ആവണം. ഇതിൽ മീറ്ററിൽ മാത്രമേ നമുക്ക് കിലോമീറ്റർ തിരിച്ചിടാൻ പറ്റൂ. കീയിൽ മനസ്സിലാവും അത്. അപ്പൊ ഇവരെന്താ ചെയ്യുന്ന വെച്ചാൽ കീയും റീഡ് ചെയ്യും മീറ്ററും റീഡ് ചെയ്യും. രണ്ടും ഒരേ കിലോമീറ്റർ ആണെങ്കിലാണ് അത് ജെന്യൂൻ കിലോമീറ്റർ ആണെന്ന് അതിനർത്ഥം. ഓക്കെ. അപ്പോൾ അത്രയേ ഉള്ളൂ. അത്രയും ഉറപ്പിച്ച് നിങ്ങൾക്ക് എടുക്കാൻ പറ്റും. അതാണ് ടെക്നിക്കലായിട്ട് അത്രയും കാര്യങ്ങളാണ് പറഞ്ഞത്. എങ്ങനെ ഉറപ്പിക്കാം എന്നുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ പറഞ്ഞത്. ഇത് 2014 മോഡൽ
സെക്കൻഡ് ഓണർഷിപ്പ് വാഹനമാണ്. വെറും 43,000 കിലോമീറ്റർ നിലവിൽ സർവീസ് കഴിഞ്ഞിരിക്കുകയാണ്. ഇതും പറഞ്ഞ പോലെ തന്നെ 15,000 കിലോമീറ്റർ കഴിഞ്ഞിട്ട് അടുത്ത സർവീസ് ചെയ്യാം, അല്ലെങ്കിൽ 1 ഇയർ ഉണ്ട്. 1 ഇയർ കഴിഞ്ഞിട്ട് ചെയ്താൽ മതി. ഓഡിയുടെ ഓതറൈസ്ഡ് സർവീസ് സെന്ററിൽ നിന്നാണ് ഇപ്പോൾ ഇതിന്റെ സർവീസ് കഴിഞ്ഞിരിക്കുന്നത്. അതേപോലെ ഇൻഷുറൻസ് പുതിയ ഇൻഷുറൻസ് ആണ്. ഇനി അടുത്ത വർഷം ജൂണിൽ 1 വർഷം ഇൻഷുറൻസ് പുതിയതാണ്. അടുത്ത വർഷം 2025 ജൂണിലാണ് ഇതിന്റെ ഇൻഷുറൻസ് എക്സ്പയർ ചെയ്യുള്ളൂ. ഇതിന് IDV വാല്യൂ 13 ലക്ഷം രൂപ IDV വാല്യൂ നിലവിൽ ഇപ്പോൾ കിടപ്പുണ്ട്. ഇതിനും നമ്മൾ നേരത്തെ കണ്ട ഈ ക്ലാസ് പോലെ തന്നെ മൈലേജ് ഉണ്ടാവുമല്ലോ. മൈലേജ് ഈ ക്ലാസ്സിലും കൂടുതൽ കിട്ടുന്ന ഒരു വേരിയന്റ് ആണ്. നിങ്ങൾക്ക് ഇത് വൃത്തിയായിട്ട് ഓടിച്ചു കഴിഞ്ഞാൽ ഒരു 19-20 ഗ്യാരണ്ടീഡ് ആയിട്ട് കിട്ടും. ഓടിക്കാൻ നല്ല സ്മൂത്ത് ആണ്, നല്ല സുഖമാണ്. നമുക്ക് ഡെയിലി യൂസിന് പോയാലും മെയിൻ്റെനൻസ് ഒന്നും കാര്യമായിട്ട് A4 വരില്ല. A4 C ക്ലാസ്, A4 C ക്ലാസ് ആൻഡ് BMW 3 സീരീസ് 3 സാധനങ്ങളിൽ ഈ 3 ഐറ്റമാണ്. മെയിൻ്റെനൻസ് കമ്പാരിറ്റീവ്ലി കുറവ് അല്ല ഓരോ ബ്രാൻഡിനെ വെച്ച് നോക്കുമ്പോൾ. ഓക്കെ, പ്രൈസിങ് എങ്ങനെ? ഇതിന്റെ പ്രൈസിങ് വന്നിട്ട് 11,25,000 രൂപ വിത്ത് NOC, 11.25 lakhs വിത്ത് NOC. ഓക്കെ, അത്രയേ ഉള്ളൂ. 11.25 ലക്ഷം രൂപയ്ക്ക് ഈ ഒരു വാഹനം നിങ്ങൾക്ക് സ്വന്തമാക്കാം. NOCയിലാണ്. ഇതിങ്ങോട്ടേക്ക് മാറാൻ ഏകദേശം എത്രയോ? ഓൾമോസ്റ്റ് ഒരു 2.5 to 2.75, 2.5 തൊട്ടിട്ട് 2.25 ലക്ഷം രൂപയുടെ ഉള്ളിലാണ് അപ്രോക്സിമേറ്റ് ഇവിടെ ടാക്സ് അടക്കേണ്ടതായിട്ട് വരിക. അത്രേ വരുന്നുള്ളൂ അല്ലേ? അപ്പോൾ 11.25 ഇപ്പോൾ ചോദിക്കുന്നത്. മാക്സിമം 2.25 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ ഇങ്ങോട്ടേക്ക് മാറാനും പറ്റും. അപ്പോൾ ചെറിയൊരു എമൗണ്ടിൽ നമ്മളൊരു പുതിയ ഒരു എന്താ പറയുക കിയയുടെ വണ്ടിയോ അല്ലെങ്കിൽ ഒരു ക്രെറ്റയോ സെക്കൻഡ് ഹാൻഡ് ഒക്കെ നോക്കുന്നുണ്ടെങ്കിൽ അവർക്ക് എടുക്കാൻ പറ്റിയൊരു വിലയിലാണ് ഡെയിലി യൂസിന് പറ്റിയിട്ടുള്ള വെഹിക്കിളും. അങ്ങോട്ടേക്ക് മാറിക്കഴിഞ്ഞാൽ ആ വിലേൻ്റെ ഉള്ളിലേ വരുന്നുള്ളൂ. നല്ല മൈലേജുള്ളൊരു വണ്ടി. പിന്നെ ഈ കാണുന്ന ഞാൻ ഇപ്പോൾ വീഡിയോ കാണുന്ന നിങ്ങൾ എന്തായാലും വണ്ടീൻ്റെ ക്വാളിറ്റി കാണുന്നുണ്ടോ? ഞാൻ നേരിട്ട് കണ്ട് മനസ്സിലാക്കിയിരുന്നു. എനിക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും അത്രയും ക്വാളിറ്റി ഉണ്ട്. കണ്ടിട്ട് അത്രയും ക്വാളിറ്റി ഉണ്ട്. നമ്മൾ വേറെ വീഡിയോസിൽ നമ്മൾ കാണിക്കുന്നുണ്ടാവും, ചിലപ്പോൾ പല വണ്ടികൾ കാണിക്കുന്നുണ്ടാവും. ക്വാളിറ്റി കമ്പയർ ചെയ്യുമ്പം നമ്മൾ കണ്ണുകൊണ്ട് കാണുന്ന ക്വാളിറ്റി ഒന്നും പറയാനില്ല, അത് അടിപൊളിയാണ്. അത് ഞാൻ ഉറപ്പിച്ച് പറയുകയാണ്. അതുകൊണ്ടാണ് വണ്ടി കണ്ടുകൊണ്ട് എനിക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും, അതുകൊണ്ട് പറയാണ്. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ. അടുത്ത വണ്ടിയിലേക്ക് പോകാം. അടുത്ത ഒരു കോമ്പാക്ട് SUV സെഗ്മെൻ്റാണ്. മെഴ്സിഡസ് ബെൻസിൻ്റെ തന്നെ GLA 200. ഇതേ ഇൻറ്റീരിയർ വരുന്ന സാധനമാണ് CLA 200 സെഡാൻ വണ്ടി. അതേപോലെ തന്നെ A180 ഏകദേശം സെയിം ഇൻറ്റീരിയേഴ്സ് വരും അല്ലേ? ഓക്കെ, അപ്പോൾ ഒരു കോമ്പാക്ട് SUV ഇതെങ്ങനെയാണ് ഡീറ്റെയിൽ? ഇതിന്റെ ഡീറ്റെയിൽ വന്നു കഴിഞ്ഞാൽ പറയുമ്പോൾ 2015 മോഡൽ, 2015 മോഡലാണ്. സെക്കൻഡ് ഓണർഷിപ്പിലുള്ള വണ്ടിയാണ്. ഓക്കെ, വെറും 30,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഓക്കെ, 200%, 100 പറയണില്ല, അത്രയും ജെന്യൂൻ കിലോമീറ്റർ ആണ്. ഇപ്പോൾ ഒരു മാസം മുമ്പ് മെഴ്സിഡസിന്റെ ഓതറൈസ്ഡ് സർവീസ് സെന്ററിൽ നിന്ന്, ബെൻസിന്റെ ഷോറൂമിൽ നിന്ന് 29,000 സർവീസ് കഴിഞ്ഞിറങ്ങിയതാണ്. ഇനി ഒരു വർഷം അല്ലെങ്കിൽ ഒരു 15,000 കിലോമീറ്റർ കഴിഞ്ഞിട്ട് ഇതിന്റെ സർവീസിനെ പറ്റി തിങ്ക് ചെയ്താൽ മതി. ഇതിന്റെ ഇൻഷുറൻസ് 2025 മാർച്ച് വരെ വാലിഡ് ആണ്. ഇൻഷുറൻസിൽ IDV വാല്യൂ ഇപ്പോൾ 11.5 lakhs ആണ് കിടക്കുന്നത്. അതിന്റെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടിക്ക് പ്രശ്നമായിട്ടല്ല, ഇതിന്റെ പ്രീവിയസ് കസ്റ്റമർ ഇതിന്റെ പ്രീമിയം കുറച്ചാണ് വെച്ചിരിക്കുന്നത്. ഓക്കെ, ഇൻഷുറൻസ് എമൗണ്ട് കുറച്ചാണ് വെച്ചിരിക്കുന്നത്. ഈ പുതിയ എടുക്കുന്ന ആൾക്ക് IDV കൂട്ടണം എന്നുണ്ടെങ്കിൽ ഒരു 17 ലക്ഷം രൂപ വരെ ഇതിന് IDV കിട്ടും. അപ്പോൾ ഒന്നുമില്ലെങ്കിൽ മാർച്ചിൽ റിന്യൂ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് IDV കൂട്ടിയെടുക്കാം, അല്ലെങ്കിൽ ഇപ്പോൾ പുതിയ ഇൻഷുറൻസ് എടുത്താലും IDV കൂട്ടാനായിട്ട് പറ്റും. ഓക്കെ, നമ്മളിപ്പോൾ 3 വണ്ടികളിൽ IDV എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതെന്താണെന്ന് അറിയാത്ത ചില ആളുകളുണ്ടാവും, അവർക്ക് വേണ്ടി പറഞ്ഞു തരാണ്. IDV എന്ന് വെച്ചാൽ ഇൻഷുർഡ് ഡിക്ലെയർഡ് വാല്യൂ. ഇൻഷുറൻസ് കമ്പനി ഈ വാഹനത്തിന് കൊടുക്കുന്ന വിലയാണ്. ഇത് വാഹനം ടോട്ടൽ ലോസ് ആയാലോ അല്ലെങ്കിൽ മോഷണം പോയാലോ ഒക്കെ ആ വിലയാണ് നിങ്ങൾക്ക് കിട്ടില്ല. ഓക്കെ, അതാണ് IDV. അത് മാക്സിമം കൂട്ടിയെടുക്കാൻ നമ്മൾ ശ്രമിക്കുക. ബൈ ചാൻസ് ആക്സിഡൻ്റ് ഒന്നും നമ്മളെ കയ്യിൽ നിൽക്കുന്ന കാര്യങ്ങളൊന്നുമല്ല അല്ലേ? അപ്പോൾ മാക്സിമം നമ്മളെ സൈഡ് സേഫ് ആക്കണമെങ്കിൽ IDV മാർക്കറ്റ് റേറ്റിൽ എത്ര നിങ്ങൾക്ക് മാക്സിമം കിട്ടുമോ ആ ഒരു വണ്ടിയുടെ പഴക്കത്തിനനുസരിച്ചിട്ട് അതേപോലെ മാക്സിമം കൂട്ടിയെടുക്കുക. 1-2,000 പ്രീമിയം നോക്കിയിട്ട് കാര്യമില്ല അല്ലേ? ഒരു വർഷത്തിൽ നടക്കുന്ന ഒരു വർഷത്തേക്കാണ് നമ്മൾ പ്രീമിയം അടക്കുന്നത്. അപ്പോൾ ചെറിയ വേരിയേഷനേ വരുള്ളൂ IDV കൂടുമ്പോൾ. അപ്പോൾ എപ്പോഴും IDV മാക്സിമം കൂട്ടി വെച്ചിട്ട് എടുക്കുക. ആ ഒരു ചെറിയ തുകയ്ക്ക് വേണ്ടി നമ്മൾ കുറച്ചാൽ പണി വന്നാൽ നമ്മൾ തന്നെ സഫർ ചെയ്യേണ്ടി വരും, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇത് 2015 മോഡൽ, വെറും 30,000 കിലോമീറ്റർ ഓടിയ ഡീസൽ വാഹനമാണ്. സെക്കൻഡ് ഓണർഷിപ്പിലുള്ള മൈലേജ് ഉണ്ടാവും ഇതിന്. മൈലേജ് ഒരു 19-20, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു 80 കിലോമീറ്റർ 80 കിലോമീറ്റർ സ്പീഡിൽ ഹൈവേയിൽ ക്രൂസ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും. അത് തന്നെ ഒരു 100-120 പോയി കഴിഞ്ഞാൽ ഒരു 15-16 ഇതിന് മൈലേജ് കിട്ടും. ടയർ ഓൾമോസ്റ്റ് ഒരു 80%, 4 ടയറും ഉണ്ട്. ഇതിന്റെ സ്റ്റെപ്പിനി പുതിയതാണ് ഇരിക്കുന്നത്, ഇതുവരെ യൂസ് ചെയ്തിട്ടുള്ള കസ്റ്റമർ ഇതിന്റെ സ്റ്റെപ്പിനി വീല്. ഇതിന്റെ ഇന്റീരിയർ എങ്ങനെയുണ്ട്? ഒരു സ്വിച്ച് പോലും ഫേഡ് ആയിട്ടില്ല, ഞാൻ നോക്കിയതാണ്. ഒരു സ്വിച്ച് പോലും ഫേഡ് പോലും ആയിട്ടില്ല, അത്രയും നീറ്റിലാണ് ഇന്റീരിയർ ഉള്ളത്. എല്ലാ ഫീച്ചേഴ്സും വർക്കിംഗ് ആണ്. ഇതിന്റെ മാത്രമല്ല, ഇപ്പൊ കാണിച്ച Audi A4ന്റെയും E-ക്ലാസിന്റെ ആയാലും എല്ലാ ഫീച്ചേഴ്സും വർക്കിംഗ് ആണ്. അതിന്റെ ഇന്റീരിയറിലും ഒന്നും ഫേഡ് ഔട്ട് ഇല്ല, അത്രയും പെർഫെക്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ധൈര്യമായിട്ട് എടുക്കാം. എത്രയാണ് ഇപ്പോൾ
ഇതിന്റെ പ്രൈസ് വന്നിട്ട് 16.5 16.5 ലക്ഷം രൂപ വിത്ത് NOC. NOCയിൽ 16,50,000 രൂപയ്ക്ക് 2015 വെറും 30,000 കിലോമീറ്റർ ഓടിയ സെക്കൻഡ് ഓണർഷിപ്പ് GLA 200 നിങ്ങൾക്ക് സ്വന്തമാക്കാം. ഒരു കോമ്പാക്ട് SUV. അതും നമ്മളിപ്പോൾ കാണിച്ചതെന്ന് വെച്ചാൽ ഞാൻ ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ നേരത്തെ നിങ്ങളൊരു യൂസ്ഡ് ക്രെറ്റോ ഇതോ എടുക്കുന്ന റേറ്റിന് ഒരു പ്രീമിയം വണ്ടി അതേ ലെവലിൽ നിങ്ങൾക്ക് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാം. ചെറിയ മെയിൻ്റനൻസ് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാം. മൈലേജ് ഉണ്ട്. പിന്നെ വേറെ അഡീഷണൽ ആയിട്ട് എന്തെങ്കിലും മാറ്റണം പിടിക്കാന്നുണ്ടെങ്കിലേ ചാർജ് കൂടുള്ളൂ അല്ലേ? അല്ലാത്ത രീതിയിൽ നമുക്കൊരു നോർമൽ മെയിൻ്റനൻസ് ചെയ്തു പോകാൻ പറ്റിയ വാഹനങ്ങളാണ്. അത്യാവശ്യം ഹൈറ്റിൽ ഇരുന്ന് ഓടിക്കുന്ന ഒരു ഫീലാണ്. നല്ല ഗ്രൗണ്ട് ക്ലിയറൻസ് ആണ്. അടിയൊന്നും എവിടെ തട്ടില്ല ഈ വണ്ടിയുടെ. ഓക്കെ, കോമ്പാക്ട് SUV. അപ്പോൾ ഇതിങ്ങോട്ടേക്ക് മാറാൻ എത്രയാവും? ഓൾമോസ്റ്റ് ഒരു 3.5 ലക്ഷം രൂപ പ്ലസ് ഓർ മൈനസ് അപ്രോക്സിമേറ്റ്ലി ടാക്സ് ഇവിടെ അടക്കേണ്ടി വരും. അല്ലേ? 3.5 ലക്ഷം 2015 മോഡലിൽ 3.5 ലക്ഷം നിങ്ങൾ ഇങ്ങോട്ടേക്ക് അടക്കേണ്ടി വരും. ഇപ്പോൾ അതും കൂടെ കൂട്ടിയാലും 17, 3, 20 ലക്ഷം അല്ലേ? ആ റേഞ്ചിലേ വരുന്നുള്ളൂ. അത്രയും നീറ്റ് വണ്ടി, 30,000 കിലോമീറ്റർ ഓടിയ വാഹനമാണ്. ഓക്കെ, താല്പര്യമുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ വിളിക്കാം. അടുത്ത വണ്ടി X5 ആണ് അല്ലേ? അതിലേക്ക് പോവാം. അങ്ങനെ നമ്മൾ ഇവിടുത്തെ ഇന്നത്തെ അവസാനത്തെ വാഹനത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. അതൊരു അഡാറായിട്ടാണ്, ഒരു ഫുൾ SUV കാറ്റഗറിയാണ്. BMW X5. ഓക്കെ, എങ്ങോട്ടെങ്കിലും NOC എടുത്തോ? ഇപ്പോൾ ഇല്ല, നമ്മളിടുന്ന ഏത് കസ്റ്റമറാണോ പർച്ചേസ് ചെയ്യുന്നത് അവരുടെ പേരിൽ നിയർ ബൈ RT ഓഫീസിലേക്ക് NOC എടുത്തു കൊടുക്കും. ഓക്കെ, ഡീറ്റെയിൽ പറഞ്ഞു. എങ്ങനെയാണ്? 2015 മോഡൽ, സെക്കൻഡ് ഓണർഷിപ്പിലുള്ള വെഹിക്കിൾ ആണ്. 72,000 കിലോമീറ്റേഴ്സ് ഡ്രിവൺ, 72,000 കിലോമീറ്റർ. ലോ കിലോമീറ്റർ ആണ്. ഇപ്പോൾ ഇവിടെ കണ്ട 4ാമത്തെ വണ്ടിയാണിത്. കാണുന്ന 4ാമത്തെ വണ്ടി എല്ലാം സെക്കൻഡ് ഓണർഷിപ്പ് തന്നെയാണ്. സെക്കൻഡ് ഓണർഷിപ്പ് ആണ്. ഓക്കെ, സർവീസ് ഇപ്പോൾ റീസെന്റ് കഴിഞ്ഞ ഫെബ്രുവരിയിൽ 3 മാസം മുമ്പ് സർവീസ് കഴിഞ്ഞതാണ്. അപ്പോൾ ഇനി 9 മാസം കഴിഞ്ഞിട്ട് ചെയ്താൽ അത് കഴിഞ്ഞിട്ട് ഇനി സർവീസിനെ പറ്റി തിങ്ക് ചെയ്താൽ മതി. ഈ വെഹിക്കിളിന് IDV വാല്യൂ 32 ലക്ഷം രൂപ, ഇൻഷുറൻസിൽ IDV വാല്യൂ ഉണ്ട് 32 ലക്ഷം. ഓക്കെ, ഇത് ടോപ്പ് എൻഡാ? ഏറ്റവും ടോപ്പ് എൻഡാണ് ഇതിൽ. ഓക്കെ, X5 ഏറ്റവും ടോപ്പ് എൻഡ് വാഹനമാണ്. 2015 വരുന്നത്. ഓക്കെ, IDV 32 എന്ന് പറയുമ്പോൾ 6 സിലിണ്ടർ എഞ്ചിനാണ് വരിക. ഈ ഓടിക്കുന്ന കൂട്ടത്തിൽ ഏറ്റവും ബെറ്റർ ഇതാന്ന് തോന്നുന്നു. നല്ല സുഖമാണ് ഓടിക്കാൻ, കാരണം ആ 6 സിലിണ്ടറിന്റെ പവർ നമുക്ക് ശരിക്കും ഫീൽ ചെയ്യും. പിന്നെ ഇതിന്റെ മൈലേജിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു വൃത്തിയായിട്ട് ഓടിച്ച ഒരു 12 കിട്ടും. 12 നമ്മുടെ ഇന്നോടൊക്കെ മൈലേജ് ഉണ്ട് 10 to 12 എന്തായാലും കിട്ടും, നീറ്റ് ഡ്രൈവിംഗ് ആണെന്നുണ്ടെങ്കിൽ. ഓക്കെ, ഇതാണ് എന്റെ ഡീറ്റെയിൽ വരുന്നത്. ഫുൾ ഷോറൂം സർവീസ് ഉള്ള വെഹിക്കിൾ ആണ്. 5 സീറ്റർ തന്നെയാണ് വരുന്നത്, 7 സീറ്റർ ഒന്നല്ല, 5 സീറ്റർ വാഹനമാണ്. നല്ല ടാൻ കളറാണ് ഇതിന്റെ ഇന്റീരിയർ വരുന്നത്. ഓക്കെ, അത് വൈറ്റിൽ ടാൻ എന്ന് പറയുമ്പോൾ നല്ല ഭംഗിയുള്ളൊരു കോമ്പിനേഷൻ ആണ്. വേറെ അതുകൊണ്ട് ഇന്നത്തെ എല്ലാം വൈറ്റ് ആണ്. ഇന്നെല്ലാം വൈറ്റ് ആണ്. ഇന്നെല്ലാം വൈറ്റ് ആണ് വണ്ടി. മറ്റേ ഇടക്ക് പല കളർ വരാറുണ്ട്, സിൽവർ ഉണ്ട്, റെഡ് വരാറുണ്ട് അല്ലേ? ഓക്കെ, ഇതിന്റെ 4 ടയേഴ്സ് ഓൾമോസ്റ്റ് ഒരു 80% ടയർ ഗ്രിപ്പ് അവൈലബിൾ ആണ്. സ്റ്റെപ്പിന് പുതിയതാണ്, പുത്തനാണ്, ഇതുവരെ യൂസ് ചെയ്തിട്ടുള്ള കസ്റ്റമർ. അത്രയും നീറ്റ് ആയിട്ടാണ് അത് ഇരിക്കുന്നത്. ഓക്കെ, പിന്നെ ഇതിന്റെ പ്രൈസിങ്ങിനെ പറ്റി പറയുകയാണെങ്കിൽ 23.5 ലക്ഷം രൂപ, 23.5 lakhs വിത്ത് NOC. ഓക്കെ, കേരളത്തിലേക്ക് കൺവേർട്ട് ചെയ്യാനായിട്ട് ഒരു 5.5 ലക്ഷം രൂപ പ്ലസ് ഓർ മൈനസ്, പ്ലസ് ആയിരിക്കുള്ളൂ, മൈനസ് വരില്ല. അപ്രോക്സ് അത്രയാണ് കോസ്റ്റ് വരിക. ഇതിന്റെ അന്നത്തെ പ്രൈസ് വരുന്നത് ഓൾമോസ്റ്റ് ഒരു 85 to 90 lakhs. 2015 ഈ പുതിയ വണ്ടിക്ക് വിലയുണ്ട്. ഇപ്പോഴത്തെ പ്രൈസ് വരുന്നത് 1.25 കോടി രൂപ. ഓക്കെ, അടുത്താണ്. അന്ന് തന്നെ അത്രയും വില വരുന്നുണ്ട്. ഇതിപ്പോൾ ഇങ്ങോട്ട് മാറിക്കഴിഞ്ഞാലും എനിക്ക് തോന്നുന്നു 23, 24, 29 ലക്ഷം അല്ല മാറിക്കഴിഞ്ഞാലും. ഇതെന്റെ സെക്കൻഡ് വെഹിക്കിളാണ് X5 കൊടുക്കുന്നത്. ഇതിനു മുമ്പ് ഒരു വണ്ടി കൊടുത്തു, അതിന് കോള് വന്നതിന് ഒരു കണക്കുണ്ടായിരുന്നില്ല അത്രയധികം. കാരണം ഈ ഒരു പ്രൈസിങ്ങിൽ ഈ ഒരു ക്വാളിറ്റിയിൽ ഉള്ള വെഹിക്കിൾ കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ ഒരു ലക്കി ഡീലാണ് അത്. ഓക്കെ, നമുക്ക് അവിടെ നിന്ന് ഈ പ്രൈസിങ്ങിന് കിട്ടുന്നതുകൊണ്ടാണ് ഇവിടെ ഈ പ്രൈസിന് കൊടുക്കുന്നത്. ഒരുപാട് കോള് വന്നിട്ടുള്ളൊരു വേരിയന്റ് ആണ്. അപ്പൊ അന്ന് നഷ്ടപ്പെട്ട ആരെങ്കിലും അതിൽ നിന്നൊരു ഭാഗ്യശാലി തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്യാം. പിന്നെ അതൊക്കെയാണ് അതിന്റെ ഡീറ്റെയിൽ വരുന്നത്. വേറെ ഒന്നും പറയാനില്ല. ഓക്കെ, അപ്പോൾ സർവീസൊക്കെ നിങ്ങൾ ഒരു 9 മാസം കഴിഞ്ഞിട്ട് ഇനിയും ചെയ്താൽ മതി, വേറെ ഒന്നും ചെയ്യാനില്ല. ഇനി പുതിയ സ്റ്റോക്ക് എപ്പോഴാണ് വരിക? ശരത്ത് ഡൽഹിയിലാണ് ഉള്ളത്. ശരത്ത് ഇപ്പോൾ വണ്ടി എടുക്കാനല്ല അവിടെ നിൽക്കുന്നത്, പേപ്പർ വർക്ക്സ് NOC പ്രൊസീഡിങ്സ് ഡോക്യുമെന്റേഷന് വേണ്ടി നിൽക്കുകയാണ്. കഴിഞ്ഞ ബാച്ചിൽ കൊടുത്ത 6 വണ്ടിയുടെ NOC കിട്ടിക്കഴിഞ്ഞിട്ടാണ് ഇനി പുതിയ പർച്ചേസിന് ശരത്ത് നിൽക്കുകയുള്ളൂ. ഓക്കെ, കാരണം നമുക്ക് കസ്റ്റമർ സാറ്റിസ്ഫൈ ചെയ്തിട്ട് അടുത്തത് ഇതുള്ളൂ. അതാണ് അതിന്റെ ശരത്തിന്റെ ഇതായിട്ട് വരുന്നത്. കോൺടാക്ട് ചെയ്യാം, എപ്പോൾ വേണമെങ്കിലും കോൺടാക്ട് ചെയ്യാം, ആളെ അവൈലബിൾ ആയിരിക്കും. നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാലൊക്കെ കിട്ടും. ഇതിന്റെ എല്ലാം വർക്കിംഗ് ആട്ടോ, ഒന്നും വർക്ക് ചെയ്യാത്തതായിട്ടില്ല.
ഒരു സെൻസർ വാണിംഗ് പോലും നമ്മൾ ഒന്നുമില്ല. ഈ സെൻസർ ലൈറ്റ് നമുക്ക് ഇങ്ങനത്തെ വാഹനങ്ങൾക്ക് മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റും. അത് കട്ട് ചെയ്ത് ഓഫ് ചെയ്ത് വെക്കാൻ പറ്റും. പക്ഷേ നമ്മൾ തുടക്കത്തിൽ ഫസ്റ്റ് വീഡിയോയിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതൊന്നും ചെയ്യുന്നില്ല. എല്ലാം ഇറ്റ്സ് വെരി ട്രാൻസ്പെറൻറ്റ്. ഇത് 4ഉം ഷോറൂമിൽ നിന്ന് സർവീസ് ചെയ്തിട്ടുള്ളതാണ്. പുറത്ത് ലോക്കൽ വർക്ക്ഷോപ്പിൽ നിന്നോ ഗ്യാരേജിൽ നിന്നോ അല്ല. ഞാൻ ലോക്കൽ വർക്ക്ഷോപ്പിനെ മോശമാക്കി പറയുന്നതല്ല കേട്ടോ. ഷോറൂമിൽ നിന്ന് അതാത് ബ്രാൻഡ്സിൻ്റെ ഷോറൂമിൽ നിന്ന് സർവീസ് ചെയ്തിട്ടുള്ളതാണ്. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഹിസ്റ്ററിയിൽ കറക്റ്റായിട്ട് അവർ അത് മെൻഷൻ ചെയ്ത് വെക്കും. ഇന്ന ലൈറ്റ് കത്തിയിട്ടുണ്ട്, ഇന്ന വാർണിംഗ് ഉണ്ട് എന്നുള്ളത്. 4 വണ്ടിയിലും ഒന്നുമില്ല. അത്ര നീറ്റായിട്ടാണ് ഇരിക്കുന്നത്. എല്ലാ ഫീച്ചേഴ്സും വർക്കിംഗ് ആണ്. ഒന്നും വർക്ക് ചെയ്യാത്തതായിട്ടില്ല. കൂടുതൽ വീഡിയോയിൽ കൂടെ പറഞ്ഞ് പൊലിപ്പിക്കാൻ പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരിട്ട് വന്ന് കണ്ട് നിങ്ങൾ മനസ്സിലാക്കുക. ജസ്റ്റ് വെഹിക്കിൾ എങ്ങനെയുണ്ട് കണ്ടിട്ട്. ഞാൻ അത്ര ഞാൻ അത്രേ പറയുന്നുള്ളൂ, ഒന്നും പറയാനില്ല. അടിപൊളിയാണ്, നീറ്റ് വണ്ടിയാണ്, അടിപൊളിയാണ്. ഓക്കെ, വരിക, നിങ്ങൾ ടെസ്റ്റ് ഡ്രൈവ് എടുത്ത് നോക്കാം, എല്ലാം ചെയ്യാം അല്ലേ. ഓക്കെ, അത്രേ ഉള്ളൂ. അപ്പോൾ ഇനി ചിലപ്പോൾ കുറച്ച് ഗ്യാപ്പ് വരാൻ ചാൻസ് ഉണ്ട് ഇവരുടെ അടുത്ത് വണ്ടി വരാൻ. വീണ്ടും ഡൽഹിയിൽ പോയിട്ട് തപ്പി പിടിച്ചെടുക്കുന്നതാണ്. അപ്പോൾ നോക്കാം. ഇന്നത്തെ ഈ ഒരു വാഹനങ്ങൾക്ക് നിങ്ങൾക്ക് കൂടുതൽ എന്തെങ്കിലും എൻക്വയറീസ് ഉണ്ടെങ്കിൽ പ്രീമിയം വീൽസിലേക്ക് കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ നമ്മൾ സ്ക്രീനിൻ്റെ റൈറ്റ് ടോപ്പ് കോർണറിൽ കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിലും നമ്പർ ഉണ്ടാവും, മറന്നുകൊണ്ട് ആ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ സപ്പോർട്ട് ഞങ്ങൾക്ക് തന്നുകൊണ്ടേയിരിക്കുക. അത് ലൈക്കായും കമൻറ്റായും ഷെയർസായും തന്നുകൊണ്ടേയിരിക്കുക. ഓക്കെ, അതേപോലെ തന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജസിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്, ഞങ്ങളുടേതുകൊണ്ട്. അതേപോലെ തന്നെ പ്രീമിയം വീൽസിൻ്റെയും കൊടുക്കുന്നുണ്ട്. ആ ലിങ്കിൽ ഫോളോ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ വാട്സപ്പ് ചാനലിലെ ലിങ്കും ഡിസ്ക്രിപ്ഷനിലുണ്ടാവും. അത് ഫോളോ ചെയ്ത് കയറി കഴിഞ്ഞാൽ പുതിയ സ്റ്റോക്കിൻ്റെ അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ അതിൽ നിങ്ങൾക്ക് ലഭിക്കും. ഒരു കാര്യം കൂടെ ആഡ് ഓൺ ചെയ്തോട്ടെ. എല്ലാ കസ്റ്റമേഴ്സും സ്റ്റോക്കിൻ്റെ ഡീറ്റെയിൽസ് ചോദിക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ കൂടുതൽ കസ്റ്റമേഴ്സും മെസ്സേജസ് അയക്കാറുണ്ട്. എല്ലാ മെസ്സേജിനും നമ്മൾ റിപ്ലൈ കൊടുക്കാറുണ്ട്. പക്ഷേ എന്നാൽ കൂടി നമ്മൾ ഡയറക്റ്റ് വിളിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്നും കൂടെ പെട്ടെന്ന് നിങ്ങൾക്ക് സ്റ്റോക്കിൻ്റെ ഡീറ്റെയിൽസ് കിട്ടും. രണ്ടാമത്തെ സോഴ്സ് ഇൻസ്റ്റഗ്രാം പേജിൽ എല്ലാ സ്റ്റോക്കിൻ്റെ ഡീറ്റെയിൽസും അപ്ഡേറ്റഡ് ആയിരിക്കും. വരുന്നതെല്ലാം നമ്മൾ പോസ്റ്റ് ചെയ്തിട്ട് പോകും. അടുത്തത് ശരത്ത് യൂസ് ചെയ്യുന്ന ശരത്തിൻ്റെ നമ്പറുണ്ട്. അതായത് ഈ വീഡിയോയിൽ ഫസ്റ്റ് കൊടുക്കുന്ന നമ്പറാണ്. ആ നമ്പർ സേവ് ചെയ്തതിൽ അതിൽ വാട്സപ്പ് കാറ്റലോഗ് ഉണ്ട്. അതിൽ ഓരോ വെഹിക്കിൾസിൻ്റെ ഡീറ്റെയിൽസും ഫോട്ടോസും പ്രൈസും അതിൽ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഓക്കെ ഓക്കെ, അത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ എല്ലാം പറഞ്ഞ പോലെ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. എല്ലാവർക്കും നന്ദി. അപ്പോൾ സലീം ബൈ, താങ്ക് യു, ബൈ.